സംസ്ഥാനത്തിൻ്റെ കടം 6 ലക്ഷം കോടിയോ? 2016-17 ഈ ഗവൺമെൻറ്, അതായത് ഇടതുപക്ഷ ഗവൺമെൻറ് ഭരണം ഏറ്റെടുക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ മൊത്തം കടം 1,57,000 കോടിയായിരുന്നു. ഓർക്കണം, 1956 മുതൽ 2016-17 വരെ അക്യുമുലേറ്റ് ചെയ്ത കടമാണ് ഈ 1,57,000 കോടി എന്ന് പറയുന്നത്. അതേ സമയത്ത് ഈ ഭരണം വന്നതിന് ശേഷം 2016-17 1,57,000 കോടിയായിരുന്ന കടം എത്രയായിട്ട് വർദ്ധിച്ചു? 2025-26 ബജറ്റ് കഴിഞ്ഞ് പ്രവർത്തന പ്രക്രിയ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതായത് നമ്മൾ 2025-26 ബജറ്റ് ഇയറിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. ആ കടന്ന സമയത്ത് നമ്മുടെ കടം എത്രയായിരിക്കുന്നു? അതായത് 6 ലക്ഷം കോടിയായി വർദ്ധിക്കും. ഈ ബജറ്റ് ഇയർ പൂർത്തിയാകുമ്പോഴേക്ക് 6 ലക്ഷം കോടിയായി നമ്മുടെ കടം വർദ്ധിക്കും എന്നാണ് ഇപ്പോൾ കണക്കുകൾ ഗവൺമെന്റ് പുറത്തു വിടുന്ന കണക്കുകൾ കാണിക്കുന്നത്. ഈ 6 ലക്ഷം കോടി 1,57,000 കോടിയിൽ നിന്നാണ് 6 ലക്ഷം കോടിയിലേക്ക് നമ്മുടെ കടബാധ്യത, സംസ്ഥാനത്തിന്റെ കടബാധ്യത വളരുന്നത്. എന്ന് വെച്ചാൽ എത്ര ശതമാനം വളർച്ചയാണ്? 282.17% വളർച്ച. അതായത് 2.5 ഇരട്ടിയിലും അധികം കടം. 1956 മുതൽ 2016-17 വരെ 1,57,000 കോടി കടം എടുത്തെടുത്താണ് അതിനുശേഷമുള്ള ഈ വർഷങ്ങൾ കൊണ്ട് 16 മുതൽ 25 വരെ എന്ന് പറയുമ്പോൾ 8 വർഷം എന്ന് നമുക്ക് പറയാം. ആ 8 വർഷം കൊണ്ട്, 8 വർഷമെന്നോ 8.5 വർഷമെന്നോ പറയാം, ആ കാലം കൊണ്ടാണ് ഈ 6 ലക്ഷം കോടിയിലേക്ക് നമ്മുടെ കടം വളർന്നിരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ബജറ്റിന്റെ സൈസ് എത്രയാണ്? ബജറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് 2 ലക്ഷം കോടി എന്നാണ് നമ്മുടെ ഈ അനൗൺസ്മെന്റ്, ഈ പറയപ്പെട്ട ഈ കടത്തെ പറ്റിയൊക്കെ പറയുന്ന ഈ ഇതില് ബഹുമാനപ്പെട്ട ധനമന്ത്രി ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത് 2 ലക്ഷം കോടി. പക്ഷെ യഥാർത്ഥത്തിൽ അത് എത്രയാണ്? കൃത്യമായി പറഞ്ഞാല് 1,98,582.40. 1,98,582.40. അതാണ് നമ്മുടെ ബജറ്റ് സൈസ് എന്ന് പറയുന്നത്. ആ ബജറ്റ് സൈസിനകത്താണ് ഈ 6 ലക്ഷം കോടി എന്നൊക്കെ പറയുന്ന തരത്തില് കടവും കൂടി ഉൾപ്പെടുത്തേണ്ടി വരുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ കടത്തിലേക്ക് പോകേണ്ടി വന്നത്? സംസ്ഥാന സർക്കാരിന്റെ, അതായത് ഈ 2 ലക്ഷം കോടിയുടെ ബജറ്റ് എന്ന് പറഞ്ഞല്ലോ, 2 ലക്ഷം കോടിയുടെ ബജറ്റ് പ്രതീക്ഷിക്കുന്ന GDP എത്രയാണ്? ആഭ്യന്തര മൊത്ത വരുമാനം 14,27,145 കോടിയാണ് പ്രതീക്ഷിക്കുന്ന GSDP അഥവാ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര മൊത്ത വരുമാനം 14,27,145.23 കോടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന GDP. അപ്പൊ ഈ പ്രതീക്ഷിക്കുന്ന GDPക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് നാം പ്രതീക്ഷിക്കുന്ന കടം 6 ലക്ഷം കോടി എന്ന് പറയുന്നത്. ഈ വർഷം എത്ര കടം എടുക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ടിന്റെ മാൻഡേറ്റ് അനുസരിച്ച് ഒരു വർഷം എടുക്കാവുന്ന കടം എന്ന് പറയുന്നത് സംസ്ഥാനം പ്രതീക്ഷിക്കുന്ന GSDPയുടെ ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 3%. അങ്ങനെ വരുമ്പോൾ 3%, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ GSDP എന്ന് പറഞ്ഞാൽ 14,27,145.23 കോടിയാണ് പ്രതീക്ഷിക്കുന്ന GSDP. അതിന്റെ 3% കടമെടുക്കാവുന്നത്. അതിന്റെ 3%-മായ 40,000 കോടി ഈ വർഷം കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചിരിക്കുന്നു എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ധനമന്ത്രി പറയുന്നത്. അപ്പൊ ഈ 40,000 കോടി എന്ന് പറയുമ്പോൾ 3.15% 3% കടമെടുക്കാവുന്നത്. ഈ 40,000 കോടി എന്ന് പറയുമ്പോൾ അത് 3.15%. ശരിക്കും 3% കുറച്ച് കൂടുതലാണ്. ഇത് കൂടാതെ ഇതിനോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി സെക്ടറിന്റെ
റീഫോം നടത്തുകയാണെങ്കിൽ 0.5% കൂടി കടമെടുക്കാൻ സമ്മതിക്കും എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് ഈ 0.5% കൂടെ, എന്താണ് ഇലക്ട്രിസിറ്റി സെക്ടറിലെ റീഫോം എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുന്നത്? അതായത് സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കുക. എന്തിനാണ് സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കുക? ഇത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2-3 വർഷമായി ഈ സ്മാർട്ട് മീറ്റർ സംസാരം കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നടക്കുന്നുണ്ട്. ആദ്യം തന്നെ ടോടെക്സ് എന്ന ഒരു കമ്പനി, കേന്ദ്ര ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ പോയിന്റ് ഔട്ട് ചെയ്ത ഒരു കമ്പനിയാണ് ടോടെക്സ് കമ്പനി. ആ ടോടെക്സ് കമ്പനിക്ക് സ്മാർട്ട് മീറ്റർ പ്രവൃത്തി അടങ്കൽ കൊടുക്കുക. അങ്ങനെ അടങ്കൽ കൊടുത്താൽ കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് ഈ പറയപ്പെട്ട 0.5% കടമെടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം അങ്ങനെ കൊടുക്കാൻ കൂട്ടാക്കിയില്ല. അതായത് കേരളത്തിലെ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ ഒക്കെ ഒന്നിച്ചു ചേർന്ന് അവരുടെ ഒരു കൺസോർഷ്യം ഉണ്ടാക്കി. ആ കൺസോർഷ്യം ഈ സ്മാർട്ട് മീറ്റർ നിർമ്മിക്കുവാനുള്ള സംവിധാനങ്ങൾ പൂർത്തിയാക്കും. അപ്പോൾ അത് വേറൊരു ഏജൻസിക്ക് കൊടുക്കണ്ട, ടോടെക്സ് കമ്പനിക്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞാണ് ഇവര് വിട്ടുനിന്നത്. പക്ഷെ അവസാനം ഒരു തീരുമാനത്തിലെത്തി. ടോടെക്സ് കമ്പനിക്ക് കൊടുക്കുന്ന തീരുമാനം അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ എമൗണ്ട് ഇതുവരെ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ 0.5% കൂടി ഈ വർഷം ഡ്രോ ചെയ്യാൻ പറ്റും. അതായത് സ്മാർട്ട് മീറ്റർ കൊണ്ടുവരുന്നത് എന്തിനാണ് എന്നതാണ് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനം. സ്മാർട്ട് മീറ്റർ കൊണ്ടുവരുന്നത് ഇലക്ട്രിസിറ്റി വിതരണ സമയത്ത്, നമ്മുടെ ഈ കേരളത്തിലെ ഇലക്ട്രിസിറ്റിയുടെ വിതരണ സമയത്ത് 20 മുതൽ 30% വരെ വിതരണ നഷ്ടം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആ വിതരണ നഷ്ടം പൂർണ്ണമായിട്ട് സ്മാർട്ട് മീറ്റർ കൊണ്ടുവന്നാൽ വിതരണ നഷ്ടം ഇല്ലാതെയാകും. അങ്ങനെ ഇലക്ട്രിസിറ്റി മേഖലയെ ലാഭത്തിലേക്ക് കൊണ്ടുപോകാം എന്നതാണ് അതിൻ്റെ പുറകിലുള്ള തത്വം. അപ്പൊ എത്രയും നേരത്തെ ആദ്യം ഇത് നടപ്പാക്കാതിരുന്നത് ഇവിടുത്തെ ട്രേഡ് യൂണിയനുകൾ, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ട്രേഡ് യൂണിയനുകളാണ് ടോടെക്സ് കമ്പനിക്ക് ഇത് കൊടുക്കുന്നതിന് എതിരായി നിന്നത്. ഞങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് സ്മാർട്ട് മീറ്റർ ഇവിടെ ഘടിപ്പിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ എന്തായാലും അത് പൂർത്തിയാക്കിയാലേ നമ്മുടെ പ്രസരണ നഷ്ടം ഇല്ലാതെയായി ഇലക്ട്രിസിറ്റിക്ക് നമ്മൾ കൊടുക്കുന്ന താരിഫ് റേറ്റും ഒരു പക്ഷേ താഴേക്ക് വന്നേക്കാം, 20% പ്രസരണ നഷ്ടം ഇല്ലാതെയാകുന്നതോടുകൂടി. അപ്പൊ എന്തായാലും അത് നടക്കട്ടെ. ഈ അവസ്ഥയിലാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റ് പോകുന്നത്. അതായത് 6 ലക്ഷം കോടി അഥവാ 282.17% വർധനവ് നമ്മുടെ കടത്തിലുണ്ടായിരിക്കുന്നു. ഈ കടം കൊണ്ട് തന്നെ തീരുന്നില്ല കേരളത്തിന്റെ കടം. കേരളത്തിന്റെ കടത്തിന്റെ കൂടെ ഇനിയും കൂട്ടിച്ചേർത്ത്, അതായത് കേന്ദ്ര ഗവൺമെന്റും അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും CAGയും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന കടവിഹിതങ്ങളാണ് 2 എണ്ണം. അതായത് കിഫ്ബി വഴി, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് വഴി എടുക്കുന്ന കടവും അതുപോലെ തന്നെ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴി എടുക്കുന്ന കടവും. അപ്പോൾ ഈ കേരള പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴി എടുക്കുന്ന കടം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കളക്ഷൻ, ഒരു വായ്പ എടുത്തും ഒക്കെ ആയിട്ടും കൂടെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഇപ്പോഴും 2 മാസത്തെ കുടിശ്ശിക കിടക്കുകയാണ്, 2-3 മാസം കുടിശ്ശിക കിടക്കുകയാണ്. ആ തരത്തിലാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ മാനേജ്മെന്റ്, അതായത് ധനമാനേജ്മെന്റ് അത്ര കെടുകാര്യസ്ഥതയോടുകൂടി ധനമാനേജ്മെന്റ് നടത്തുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റ് ആണ് ഈ പറയപ്പെട്ട രീതിയിൽ കടക്കെണിയിലേക്ക് സംസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. കടക്കെണിയിലേക്ക് നയിക്കുന്നു എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന് ഒട്ടും സന്തോഷകരമായിരിക്കുകയില്ല. അപ്പോൾ കടം 6 ലക്ഷം കോടിയിൽ എത്തി നിൽക്കുമ്പോൾ പോലും സംസ്ഥാനത്തിനകത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോർക്കുമ്പോഴാണ് ഓരോ മലയാളിയും മൂക്കത്ത് കൈവിരൽ വെച്ച് പോകുന്നത്. നോക്കുക, കാരുണ്യ പദ്ധതിയിൽ രജിസ്ട്രേഷൻ നിർത്തി. അതായത് സ്വകാര്യ ആശുപത്രികൾക്ക് കാരുണ്യ ബെനവലൻസ് സ്കീം അനുസരിച്ച് നടത്തേണ്ട ചികിത്സയ്ക്ക് അവർക്ക് കിട്ടേണ്ട ഷെയർ, എല്ലാ ഇൻഷുറൻസ് വിഹിതം കിട്ടുന്നില്ല. അങ്ങനെ കുടിശ്ശിക 1000 കോടിയിൽ അധികം, ഏകദേശം 1500 കോടിയോളം കുടിശ്ശികയായ സ്ഥിതിക്കാണ് അവര് രജിസ്ട്രേഷൻ നിർത്തുന്നത്. അതുപോലെ തന്നെ ജല അതോറിറ്റി, സർക്കാർ സഹായിച്ചിട്ടും ജല അതോറിറ്റിക്ക് ബാധ്യത 1463 കോടി. അപ്പോൾ ഈ ജല അതോറിറ്റിയുടെ ജലം ആരാണ് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയധികം വരുന്നത്? അതുപോലെ സാങ്കേതിക സർവകലാശാല ഗുരുതര പ്രതിസന്ധിയിൽ, കാരണം വൈസ് ചാൻസലർ ഇല്ലായ്മയാകാം. അങ്ങനെ ഒത്തിരി പ്രതിസന്ധികളാണ്
സാങ്കേതിക സർവകലാശാല അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാങ്കേതിക സർവകലാശാല അങ്ങനെ ഗുരുതര പ്രതിസന്ധിയിലാണ് എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ ഹബ്ബാക്കി, ഒരു ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി കേരളത്തെ മാറ്റണമെന്ന് കഴിഞ്ഞ ബജറ്റിലും പ്രഖ്യാപിച്ച ഗവൺമെന്റ്, അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ് ഇവിടെ നടന്ന വ്യാപാര സമ്മിറ്റ്, അതിലൊക്കെ വലിയ വലിയ പ്രതീക്ഷകളാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ പ്രതീക്ഷകളുടെ ഒക്കെ എന്താണ് അവസാനം എന്ന് നമ്മൾ ആലോചിക്കണം. 6 ലക്ഷം കോടി കടമെടുത്തിട്ട്, അതായത് 2 ലക്ഷത്തിന്റെ ബജറ്റ്, അത് കഴിഞ്ഞ് 6 ലക്ഷം കടം എന്നൊക്കെ പറയുന്ന തമാശകൾ കേൾക്കുമ്പോൾ കേരളം എങ്ങോട്ടാണ്? കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് മൂക്കുകയറിയിടാനായിട്ട് ഇനി ആര് വരും? ഈ ഗവൺമെന്റ് ഇപ്പോൾ വീണ്ടും ഈ ഗവൺമെന്റ് തന്നെ വരും എന്നാണല്ലോ അവരുടെ പാർട്ടി കോൺഗ്രസ് ഒക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് ഇനിയുള്ള കാലത്ത് ഈ കടക്കണിയിൽ നിന്ന് മാറാൻ എന്ത് ചെയ്യും? അതായത് GSTPയുടെ 29% സഞ്ചിത കടം ആകാവൂ എന്ന് FRBM ആക്ട് നിഷ്കർഷിക്കുന്നു. പക്ഷേ 33.77% ബജറ്റ് ഡോക്യുമെന്റിൽ കാണിച്ചിരിക്കുന്ന സഞ്ചിത കടം. അപ്പൊ എങ്ങനെ കേരളത്തിന് മുൻപോട്ട് പോകാൻ പറ്റും? ആരുടെ തലയിലേക്കാണ് ഈ ഡെറ്റ് ബേർഡൻ മുഴുവനും വരുന്നത്? ഓരോ ഗർഭാവസ്ഥയിലുള്ള ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന്റെ തലയിൽ പോലും ലക്ഷങ്ങൾ കടം കയറുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുന്നു എന്നത് ആർക്ക് ഭൂഷണമാണ്? അതേ ഗവൺമെന്റ് തന്നെ വീണ്ടും ഭരണത്തിൽ വന്ന് കേരളത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകാൻ പോകുന്നത് എന്ന് മലയാളികൾ ചിന്തിക്കുന്നത് തീർച്ചയായും ഉചിതമായിരിക്കും.